സവാള ഗിരി സവാള ഗിരി ഗിരി. നീലപ്പെട്ടി ആരുടെയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ആ നീലപ്പെട്ടി ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? ഇപ്പൊ വ്യാജം പോയി കോഴിനായി. നാളെ നിങ്ങളെ പറ്റിയും പറയാം, ആരെ പറ്റി ആർക്കും പറയാം. ഹൂ കെയേഴ്സ്? അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിച്ചത്. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. കേരള സമൂഹം ഇതാ നോക്കൂ ഒരു തെമ്മാടി എന്ന് പറയേണ്ട നിലയിലേക്ക് ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയവും ആളെ നമുക്ക് മനസ്സിലായി. അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് പാലക്കാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഇന്ററാക്ഷൻസിനെ ഞാനിപ്പോ നോക്കിക്കാണുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വയ്യ. കേരളത്തിന്റെ ആർക്കും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത യുവജന നേതാവാണ്. അതിനുശേഷം ജീവിതത്തിൽ ബോയിങ് ആവർത്തിച്ചിങ്ങനെ ആരോപണങ്ങളുടെ ശരശയ്യയിൽ നമ്മുടെ ബഹുമാനായ MLA കിടക്കുമ്പോ അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൂവൻകോഴിയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വനിതകളുടെ ഒരു പ്രതിഷേധം പാലക്കാട് നടക്കുന്നത്. കാട്ടുകോഴിയാണ്, ഒരു കാട്ടുകോഴിയാണ്. കയ്യിന്ന് പോയടാ ചാർലി. ചില ആളുകൾക്ക് അർഹതപ്പെട്ടത് സ്വാഭാവികമായിട്ട് ലഭിക്കും, ചില ആൾക്കാർ ചോദിച്ചു മേടിക്കും. ഞാൻ മരിക്കുന്നത് വരെ പയ്യനായും ചെറുപ്പമായിട്ടുമൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മനസ്സുകൊണ്ട്. അകാല വാർദ്ധക്യം ബാധിച്ച, പിന്നെ താങ്കൾക്കൊരു വിചാരമുണ്ട് താങ്കൾ നിലവാരത്തിന്റെ ഒട്ടകപ്പുറത്ത് ഏറിയിരിക്കുന്ന ആളാണ് എന്നുള്ള വിചാരം താങ്കൾക്കുണ്ട്. ഞാൻ പറയട്ടെ, മറുപടി വരാം. ഹാഷ്മി എന്താ ഇപ്പൊ അടക്കാത്ത? എന്താ ഹാഷ്മി ഇപ്പൊ എന്താ അടക്കാത്ത? കോഴിയുടെ കാര്യം പറയാം. ഹാഷ്മി എന്താണ് കോഴിയെ കുറിച്ച് പറയാത്ത അറിയോ? കോഴി രാഹുൽ അറിയോ? കോഴി രാഹുൽ ഹാഷ്മി. അങ്ങനെ അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾ ചോദിച്ചു മേടിച്ചു. ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ആണോ? ഹൂ കെയേഴ്സ്? ഹൂ കെയേഴ്സ്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ വരുന്ന സമയത്തെല്ലാം ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് തടി തപ്പുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറിയാവുന്ന പോലെ സാർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്. അത് മാത്രം നീ പറയരുത്. അത്ര എമർജൻസി ഒന്നല്ലല്ലോ ഈ കേസ്. ഗതികേടിന്റെ പേരായി കോൺഗ്രസ് മാറുന്നു, തെമ്മാടി കൂട്ടമായ പാർട്ടി മാറുന്നു. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിലുണ്ടാവില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചൊന്നും വിശേഷിപ്പിക്കുന്നില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിലുള്ള യുവജന നായകനാണ് രാഹുൽ മാങ്കൂട്ടം. സാറിനല്ലെങ്കിലും പണ്ടേ താളമില്ല അല്ലേ? ഈ പെൺകുട്ടി ആരാണ് എന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. പകരം ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള നേതാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എനിക്ക് നേരത്തെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഊഹിക്കുന്നത് ആ മാതിരി തന്നെ ഞാനും ഊഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സംശയവും തീർന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു. യുവതികളുമായി രാഹുൽ നടത്തിയെന്ന് പറയുന്ന കൂടുതൽ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വരുന്നത്. അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ത്യയിൽ ഒരിടത്തും എനിക്കെതിരെ പരാതിയില്ല. പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാർ എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. തുടക്കത്തിലെ 1-2 കാര്യങ്ങൾ അറിയായിരുന്നു, പക്ഷെ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. എത്ര നാള് കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്ന പറഞ്ഞ പോലെയാണ്. ഇതൊക്കെ എന്തെങ്കിലും പുറത്തു വരും. ഈ ഒരു ചെറുപ്രായത്തിന്റെ അടുക്ക് അയാൾ എല്ലാ സംഘടനാ ഘടകങ്ങളെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ്. അയാൾക്ക് മോർ ദാൻ 17 years അയാളുടെ ഫീൽഡിലുണ്ട്. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നുമല്ല. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കുട്ടി കൈയൊന്നും നീട്ടിയേ. എന്തിന്? സത്യം ചെയ്യാ. സ്പർശനേ പാപം, ദർശനേ പുണ്യം. ഷാഫി പറമ്പിന്റെ സ്കൂളിൽ പഠിച്ചവരാണ്. ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഹെഡ് മാസ്റ്റർ. കഥകൾ ഇങ്ങനെ വരും, നീണ്ടു നിരന്ന് കിടക്കുകയാണ്. ഷാഫിക്ക, നിങ്ങളുടെ കുഞ്ഞിക്കയെ കുറിച്ച്, കുഞ്ഞാണിജനെ കുറിച്ചാണ്. എന്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും.
അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ. മനസ്സിലായി. പല വിഗ്രഹങ്ങളും വീണ് പൊട്ടി ഉടഞ്ഞു പോകും. ഒരാളൊന്നല്ല ഇതിന്റെ കളിക്കളത്തിലുള്ളത്. ഒരു മെസ്സേജ് അയച്ച കേസില്ല, മെസ്സേജ് അയച്ച തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക, അതിന് നടപടി സ്വീകരിക്കുക. ഞാൻ ആവർത്തിച്ച് പറയാണ്, അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കും. ഈ പറയുന്ന വ്യക്തി തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒറ്റ കോൺഗ്രസ്സുകാരനും തൊടില്ല. എന്തിനാണ് ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അപ്പൊ ഇതൊരു സംശയത്തിന്റെ മുനയിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്, ഒരാൾ മാത്രമൊന്നുമല്ല. ലോകത്തുള്ള സകല തോന്നിവാസവും ചെയ്തിട്ട് ജനപ്രതിനിധിയായിട്ട് പാലക്കാട് വിലസാമെന്ന് വിചാരിക്കേണ്ട പാലക്കാടിന്റെ അതിർത്തി ഈ വേഷം കെട്ടുമായി ഞങ്ങൾ കയറ്റില്ല. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. ഒരു MLA എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എല്ലാ വീടുകളിലും കയറി ചെല്ലേണ്ട ഒരാളാണ്. ഇതാണ് സ്വഭാവം എന്ന് അറിഞ്ഞാൽ പിന്നെ ആരാണ് വീട്ടിൽ കയറ്റുക? കാട്ടുകോഴിയായി മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ MLA എന്ന് പറയുന്നത്. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കേഴ്സ്? പീപ്പിൾ കെയേഴ്സ് എന്നുള്ളതാണ്. പീപ്പിൾ കെയേഴ്സ്. അങ്ങനെ പറയരുത്. എനിക്ക് ഈ ഫീൽഡിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല ഈ സബ്ജക്ട്. അതുകൊണ്ട് അറിയാത്ത സബ്ജക്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ പഠിപ്പിച്ചില്ല. എനിക്കറിയാൻ പാടില്ല. ഞാൻ മരുന്ന വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു, പിന്നെ ഗോവിന്ദൻ മാസ്റ്റർ, EP ജയരാജൻ ഇവരൊക്കെ വളരെ ആവേശത്തോടു കൂടി പ്രസംഗിക്കുന്നത് കേട്ടു. തീർച്ചയായും ആ പ്രസ്ഥാനത്തിനകത്ത് അതിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല, തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു MLA എന്താണ് ചെയ്യാം? കോൺഗ്രസ്സുകാർ പറയട്ടെ. നിയമസഭാ അംഗത്വം രാജിവെക്കണം. ഈ സ്ത്രീകളോടെല്ലാം പരസ്യമായി മാപ്പ് പറയണം. രാഷ്ട്രീയത്തിൽ നിൽക്കാൻ അയോഗ്യനാണ് എന്ന നില വന്നിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോപണമാണ്. MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഈ ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. എന്റെ ഭഗവാനെ! അതുകൊണ്ട് തന്നെ അദ്ദേഹം മാന്യമായി രാജിവെക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐക്ക് CPM-ന് പ്രതികരിക്കാനുള്ള ധാർമ്മിക അവകാശം ഉണ്ടോ? ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായുള്ളത്? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ. കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരാമർശിച്ചതിന് മുമ്പ് ഞാനതല്ലേ പറഞ്ഞു, ഏതെങ്കിലും ഒരു MLA-നെ പറ്റി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? കള്ളന് താടി പഠിക്കുന്നവൻ പെരുങ്കള്ളനാ. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയല്ലേ ഇത്? ധാർമ്മികത പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികത പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു വിട്ടില്ല കേട്ടോ. മുകേഷ് ചെയ്തത് ഈ പഞ്ചാരയുടെ ഒന്നും മാത്രമല്ല, ഇപ്പോഴും MLA ആയിട്ട് തുടരുകയാണ്. മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടുമില്ല. അപ്പൊ ഇവരോട് നാണമില്ലേ? ഉളുപ്പില്ലെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഉളുപ്പില്ല. ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം. ധാർമ്മികത കോടതിയുടെ വിധി വരുമ്പോൾ ധാർമ്മികതയെല്ലാം പറഞ്ഞതല്ല സ്ഥിതി എന്ന് വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നാലും ഒരു തൊലിക്കെട്ടി സമ്മതിക്കണം എന്നാ പറയാനുള്ളത്. മുകേഷ് ഇപ്പോഴും തുടരുകയാണ്. കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടില്ലേ? അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? ആ മുകേഷിനോട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, രാജിവെക്കാതെ സുഖമായി സ്വസ്ഥമായി സ്വതന്ത്രമായി ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന ഒരു കാരണവശാലുമുള്ള തെറ്റിദ്ധാരണ CM മുകേഷിന് വേണ്ട. മനുഷ്യനായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ? ഇയാളൊരു മരിമാവും. ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് MLA-ക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കം ഞാൻ കണ്ടില്ല. ഒരു തരത്തിലുള്ള ധാർമ്മിക അല്ലെങ്കിൽ മൂല്യച്യുതിയെയും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഇന്റർനാഷണൽ കോൺഗ്രസ്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? കഴിഞ്ഞ ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം വരുന്നപ്പോൾ ഒരു അസംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. തന്റെ നിരപരാധിത്യം വളരെ ശുഷ്കാന്തിയോടെ പ്രൂവ് ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഇന്ന് പറഞ്ഞത് അങ്ങും കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞത് ധാർമ്മികതയുടെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചത്. അങ്ങനെയാണെങ്കിൽ ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? അങ്ങനെ പറഞ്ഞ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത്. മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം. മുകേഷിനെ പറ്റി വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആരോപണം MLA ബോർഡ് വെക്കാതെ യാത്ര ചെയ്യുന്നതൊക്കെ വേറെ ഓരോ ഏർപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു വെറുക്കപ്പെട്ടവനെ, ഒരു വ്യാജനെ, ഒരു പീഡന വീരനെ
ഒരു കാമപ്രാന്തനെ, ആ വാക്ക് തന്നെ ഞങ്ങൾ ഉപയോഗിക്കാം, പാലക്കാടിന് MLA ആയിട്ട് വേണ്ട. ഈ പാർട്ടിയിലുള്ളവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ഇടതുപക്ഷത്തെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ കേട്ടോ. അക്കാര്യത്തിൽ ഇവരെ സമ്മതിച്ചു കൊടുക്കണം. ഒരു തരത്തിൽ അവരുടെ പ്രവർത്തകരെയോ സഖാക്കളെയോ ഒന്നും അവര് അങ്ങനെ വിട്ടുകൊടുക്കില്ല. അത് വേറൊരു കാര്യം. എന്ത് സംരക്ഷണത്തെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഗണേഷ് കുമാർ ആരായിരുന്നു എന്ന് നമുക്കറിയാം. ഇവന്റെ കോമഡി പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. ആദ്യം കൂടെ നിൽക്കുന്നവരുടെ തെറ്റ് തിരുത്തിയിട്ട് വേണം അപ്പുറത്തെ വീട്ടിലെ ആളുടെ ഇത് പറയാം. ഇങ്ങനെ ഓരോരുത്തരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മന്ത്രിമാരും MLA മാരും ഒന്നും കാണില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, അസംബന്ധം പറഞ്ഞിട്ട് വെറുതെ അതിന്റെ മേലെ വേറെ വർത്താനം പറയണ്ട.